ഐഷ് മൈസൂരിൻ്റെ BSLP കോഴ്സിനുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി ഇവിടെ ഞാൻ സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഐഷ് മൈസൂർ എന്നുള്ള സൈറ്റിൽ എൻ്റർ ചെയ്യുക. സൈറ്റ് അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ലിങ്ക് ഫോർ ഡൗൺലോഡിങ് അഡ്മിറ്റ് കാർഡ് ഫോർ ദ UG ഓർ PG എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ള ലിങ്ക് കിട്ടും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും കൊടുത്ത് ഈ ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ശ്രദ്ധിച്ചാൽ അറിയാം, അഡ്മിറ്റ് കാർഡിൻ്റെ ടൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ ടിക്കറ്റ് ടു എൻട്രൻസ് ഫോർ BSLP. അതായത് ഈ അഡ്മിറ്റ് കാർഡുള്ള കുട്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കാണ്. ചിലർക്ക് അത് PCM ആയിരിക്കും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിരിക്കും. ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. ഇവിടെ കുട്ടിയുടെ പേരുണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, എവിടെയാണ് എക്സാം നടക്കുന്നത് എന്നുള്ള വെന്യൂവും പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടാവും, സിഗ്നേച്ചറും ഉണ്ടാവും. ഈ പേജിൻ്റെ ഇത് 2 പേജുണ്ട്. ഈ പേജിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഫോട്ടോഗ്രാഫ് ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാ അഡ്മിറ്റ് കാർഡിലും പറഞ്ഞതുപോലെ പ്രിഫറബിൾ എന്താണ്, കളർ പ്രിൻ്റ് ഔട്ടാണ്. ഇനി ഇതിൽ ആ ഫോട്ടോഗ്രാഫ് കാണുന്നതിൻ്റെ താഴെ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവും. ഫോട്ടോഗ്രാഫിന് താഴെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, നിങ്ങളുടെ സൈൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യരുത്, ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിലേ ചെയ്യാവൂ. ഇവിടെ ഇൻവിജിലേറ്ററും സൈൻ ചെയ്യും. ഇതൊക്കെ എക്സാം ഹോളിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അതിന്റെ താഴെ നോക്കിയാൽ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. ജൂൺ 9-ാം തീയതിയാണ് എക്സാം. 7:30 തുടങ്ങി 8:45 വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം. ഇതിനുള്ളിലാണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ്. നിങ്ങൾ എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് SMS ആയി വരും. ആ സ്ലോട്ടിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എക്സാമിനേഷൻ ടൈമിംഗ് 9 മണി തുടങ്ങി 11:30 വരെയാണ് സമയം. ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ അഡ്മിഷൻ സെന്ററിലേക്ക്, എക്സാം ഹാളിലേക്ക് പെർമിറ്റ് ചെയ്യുക? ഒന്ന്, അഡ്മിഷൻ ടിക്കറ്റ് പ്രിന്റ് കോപ്പി, കളർ പ്രിന്റ്. ഒരു പെന്ന് കൊണ്ടുപോവുക റഫ് വർക്കിന്. ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ടുപോവാം. ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ്, വാലിഡ് ആയിരിക്കണം, എക്സ്പയർ ആയതാവരുത്. ഓക്കെ, അത് ഒറിജിനൽ ആയിരിക്കണം, ഫോട്ടോ കോപ്പി ആവരുത്. ഇനി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതിന് താഴെ. എല്ലാ എക്സാമിനുള്ളത് പോലെ ഇൻസ്ട്രക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എക്സാം ഹോളിൽ സൈലന്റ് ആയിരിക്കണം, മാൽ പ്രാക്ടീസ് ചെയ്യരുത്, ആരോട് ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഒന്ന്, ഈ aishumysore.in എന്നുള്ള സൈറ്റിൽ നിന്ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ പ്രിന്റ് ഔട്ടും കൊണ്ട് മാത്രമേ എക്സാം ഹോളിൽ പോകാവൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 9-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടില്ല. 9-ാം തീയതി എക്സാം കഴിഞ്ഞിട്ട് ആ അഡ്മിറ്റ് കാർഡ് പിന്നീട് ഒരു ആവശ്യത്തിന് എടുക്കാൻ പറ്റൂല. പക്ഷേ ഈ അഡ്മിറ്റ് കാർഡ് നമുക്ക് എവിടെ വേണം? അലോട്ട്മെന്റ് പ്രോസസ്സ് വരെ നമുക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് തിരികെ കൊണ്ടുവരണം. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുകയും വേണം. ഇനി നിങ്ങൾക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ വീട്ടിലെടുത്ത് സൂക്ഷിക്കാം. എക്സാം ഹോളിൽ നിങ്ങൾ ഏത് അഡ്മിറ്റ് കാർഡാണോ കൊണ്ടുപോയത് ആ അഡ്മിറ്റ് കാർഡ് അലോട്ട്മെന്റ് വരെ വേണം. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ നിങ്ങളുടെ ഒരു ഡിവൈസും, മൊബൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിക്കോട്ടെ, ഒന്നും പെർമിറ്റ് ചെയ്യില്ല. ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയൽ ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. അതൊക്കെ നോർമൽ കേസ്. അതേപോലെ തന്നെ ഈ എക്സാമിന്റെ ഇടയിൽ റിക്വസ്റ്റ് ഫോർ യൂസ് ഓഫ് വാഷ്റൂംസ് വിൽ നോട്ട് ബി എന്റർടൈൻഡ്. അതായത് ഇതിനിടയിൽ ഒരു ബയോ ബ്രേക്ക്, സാധാരണ ഇപ്പോൾ ഈ റീസെന്റ് കാണുന്ന എല്ലാ എക്സാമുകൾക്കും ഇടയിൽ ഒരു ബയോ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ടോയ്ലറ്റിൽ പോവാം എന്നൊക്കെ പറയുമായിരുന്നു. ഇവിടെ അത് പെർമിറ്റ് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ കൊണ്ടുപോവേണ്ട ഡോക്യുമെന്റ് ഏതാണ്. അതായത് അഡ്മിറ്റ് കാർഡിന്റെ കൂടെ കൊണ്ടുപോവേണ്ട വാലിഡ് ID പ്രൂഫ് ഏതാണ്. അത് ഒറിജിനൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വോട്ടേഴ്സ് ID ആവാം, പാസ്പോർട്ട് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ആധാർ കാർഡ് ആവാം, ആധാറിന്റെ പ്രിന്റ് ഔട്ട് ആവാം, അല്ലെങ്കിൽ പാൻ കാർഡ് ആവാം, സ്കൂളിന്റെയോ കോളേജിന്റെയോ ID വിത്ത് ഫോട്ടോഗ്രാഫ് ആവാം. ഇങ്ങനെ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുക. ഇനി എക്സാമിന്റെ ഇടയിൽ നിങ്ങളുടെ സിസ്റ്റത്തിന്, കമ്പ്യൂട്ടറിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ എറർ കാണിക്കുകയോ ഷട്ട് ഡൗൺ ആവുകയോ മറ്റോ ചെയ്താൽ ഇൻവിജിലേറ്ററെ കോൺടാക്ട് ചെയ്യുക. ടെൻഷൻ ആവേണ്ടതില്ല. ഒരുപാട് റിസർവ് സിസ്റ്റം അവിടെയുണ്ട്, അത് നിങ്ങൾക്ക് തരും. അതേപോലെ അടുത്തത്, ഈസ് നോട്ട് പെർമിറ്റഡ് ടു മേക്ക് എ ലേറ്റ് എൻട്രി ഓർ എക്സിറ്റ്. എക്സാം തുടങ്ങിയതിന് ശേഷമോ, അതായത് ഈ എൻട്രി ടൈമിന് ശേഷമോ എക്സാം കഴിയുന്നതിന് മുമ്പ് വെളിയിൽ വിടുകയില്ല. ഈ എൻട്രി ടൈം കഴിഞ്ഞതിന് ശേഷം ഉള്ളിലും കടത്തി വിടില്ല. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈമിന് ശേഷം പെർമിഷൻ ഉണ്ടാവില്ല. എക്സാം കഴിയാതെ പുറത്തും വിടില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എക്സാമിന്റെ ഡീറ്റെയിൽ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. മുമ്പ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ എക്സാമിനേഷന് 150 ക്വസ്റ്റ്യൻ ആണുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, സിംഗിൾ കറക്റ്റ് ആണ്. ഇംഗ്ലീഷിൽ ആണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക.
150 ക്വസ്റ്റ്യൻ 150 മിനിറ്റ് ആണ് ഉണ്ടാവുക. ഫിസിക്സ് കെമിസ്ട്രി മാൻഡേറ്ററി എല്ലാവരും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് ബയോളജി അല്ലെങ്കിൽ മാത്സ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏതാണെന്ന്, അതേ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി PCB ആണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡെങ്കിൽ PCBA കിട്ടൂ, PCM ആണെങ്കിൽ PCMA കിട്ടും, മാത്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ എല്ലാ സബ്ജക്റ്റിലും 50 വീതം ക്വസ്റ്റൻ, അങ്ങനെ 150 ക്വസ്റ്റൻ ആണ്. നിങ്ങളുടെ ഓരോ കറക്റ്റ് റെസ്പോൺസിനും 1 മാർക്കാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അതുപോലെ റോങ് ആൻസർ ആണെങ്കിലും 0 ആണ് കേട്ടോ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 1 മാർക്ക് നിങ്ങൾക്ക് ശരി ഉത്തരത്തിനാണ്. തെറ്റിപ്പോയാലും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടില്ല. നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്കിന്റെ ലോസ് ഒന്നുമില്ല. അപ്പോൾ ശരിയായാൽ മാത്രം 1 മാർക്ക് കിട്ടും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അൺഅറ്റൻഡിനും മാർക്കില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ആ അഡ്മിറ്റ് കാർഡുമായിട്ടും എക്സാമുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതിന്റെ എൻഡിൽ എൻ്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.